ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലാട്ടോ. അപ്പോൾ അവിടെ ഒരു മുരിങ്ങ ഉണ്ട്. അപ്പോൾ അതിലൊരു മുരിങ്ങക്ക ഉണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാനായിട്ടാണ്. അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പാവലം നട്ടതാട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പടർന്ന് പൂവൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കായൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെയൊക്കെ അടുത്തോടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കണതാട്ടോ. എല്ലാത്തിൻ്റെ അടുത്തോടെ ഒന്ന് പോയി നോക്കും രാവിലെ തന്നെ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നത് പൊട്ടിച്ചെടുക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ കുറച്ച് കോവയ്ക്കൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതും പൊട്ടിക്കണം. അങ്ങനെ അതൊക്കെ പൊട്ടിച്ചു. ഞാനിപ്പോൾ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ ഒരു മുരിങ്ങ മരം കൂടിയുണ്ട്. അതിൽ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ആന മരമായിട്ട്, ഇതിനകത്ത് കായ ഉണ്ടാവാറേ ഇല്ല. ഈ കൊല്ലം ഇപ്പോൾ ഇത് ആദ്യം ഒരു പ്രാവശ്യം ഒരെണ്ണം കിട്ടി, ഇപ്പോൾ ഒരെണ്ണം കൂടി കിട്ടി. അങ്ങനെ 2 കായായിട്ട് ഇതിനകത്ത് ആകെ ഉണ്ടായത്. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച സമയത്ത് നമുക്കൊരു സീതപ്പഴം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഴം കറുത്ത് പോകണോ അതോ പഴുക്കണോ എന്ന് ആലോചിച്ചിട്ട് അവസാനം അത് പഴുത്ത് വന്നതാന്ന് തോന്നുന്നു. എന്തായാലും അകത്ത് ഒരു കേടൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതും നമുക്ക് കിട്ടി. അതും പൊട്ടിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിലാട്ടോ. പകല് നല്ല വെയിലും വൈകുന്നേരം ആകുമ്പോൾ ഒരു മഴക്കാറും മഴയും ചെറിയ ചാറ്റൽ മഴയും അങ്ങനത്തെ കാലാവസ്ഥയാണ് ഇപ്പോൾ. പക്ഷെ നല്ല ചൂട് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ മാതളം ഇരിപ്പുണ്ടായി 2 അപ്പോൾ അത് അടർത്തിയെടുത്തതാണ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ മാതളം ജ്യൂസ് അടിക്കുമ്പോൾ പഞ്ചസാര ചേർക്കണം എന്നില്ല കേട്ടോ. നമുക്ക് മുതിർന്നവർക്ക് കഴിക്കുമ്പോൾ വെറുതെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരിച്ച് കുടിച്ചാൽ മതി. പിന്നെ ഇവിടെ കുട്ടികളുള്ള കാരണം അവർ സമ്മതിക്കില്ല കേട്ടോ പഞ്ചസാര ഇടാതെ. അതുകൊണ്ട് ഞാൻ പിന്നെ പഞ്ചസാര ഇട്ടുവെന്നേ ഉള്ളൂ. അങ്ങനെ തന്നെ കുടിക്കണതാണ് അതിന് ഏറ്റവും ഗുണം. അപ്പോൾ പിന്നെ പഞ്ചസാരയും ഐസൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നല്ലൊരു റിഫ്രഷിംഗ് ആണ്. നല്ല ചൂട് സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ. ഇതിൻ്റെ കായ് ഇപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചതുകൊണ്ട് അരിച്ച് കളഞ്ഞാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് കഴിക്കാനുള്ളത് തന്നെയാണ്. അതും വയറിന് നല്ലതാണ് ആ കായ കഴിക്കണത്. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി അതൊക്കെ കുടിച്ചു. പിന്നെ ഇനി ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇന്നിപ്പോൾ മുരിങ്ങക്കായും കോവക്കായൊക്കെ കിട്ടിയപ്പോൾ വിചാരിച്ചു ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ 2 കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി കറിയൊക്കെ കളഞ്ഞെടുത്തതാട്ടോ. പിന്നെ കുറച്ച് കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി വെച്ചു. പിന്നെ കഷ്ണങ്ങളായിട്ട് ക്യാരറ്റ് ഉണ്ടായി, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ് ആയിരുന്നു, അതും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊട്ടിച്ചുകൊണ്ട് വന്ന കോവയ്ക്കയും മുരിങ്ങക്കായും ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിനും ഇട്ട് കുറച്ച് വേപ്പില ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് അരപ്പിന് തേങ്ങയും ജീരകവും ഉള്ളിയും കൂടി ആണ് അരച്ചെടുക്കുന്നത്. അരയ്ക്കല്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയല്ലോ. അവിയലൊക്കെ വയ്ക്കാൻ ഇപ്പോൾ ആർക്കും അറിയാത്തതല്ലേ. പിന്നെ അതിലേക്ക് തന്നെ തൈരും കൂടി ഒഴിച്ചിട്ടാട്ടോ അടിച്ചെടുത്തത്. പിന്നെ കഷ്ണങ്ങളൊക്കെ വേവായപ്പോൾ അതിലേക്ക് അരപ്പൊക്കെ കൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും തൂവി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തൂവിയിട്ട് മൂടി വയ്ക്കുക. കുറേ സമയം കഴിഞ്ഞ് നമ്മൾ കഴിക്കാനെടുക്കുമ്പോൾ ഇളക്കി കൂട്ടിയെടുത്താൽ മതി. അടിപൊളി അവിയലാണ്. അപ്പോൾ ഇതിനിടയ്ക്കാണെങ്കിൽ രാവിലെ ഞാൻ സീതപ്പഴമൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ചേച്ചി വന്നായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ കച്ചവടത്തിന് വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ കയ്യിൽ ഈ വാർക്കയുടെ ചട്ടികൾ, പിന്നെ വലിയ ചെമ്പുകൾ അങ്ങനത്തെയൊക്കെ കച്ചവടത്തിനായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊന്നും അതിലില്ല. പിന്നെ ചേച്ചിയാണെങ്കിൽ എന്തെങ്കിലും എടുക്കണം, നമ്മുടെ കയ്യിൽ പഴയ അലൂമിനിയം പാത്രങ്ങളോ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതെടുത്തിട്ട് പുതിയത് തരാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് മൊത്തം സെർച്ച് ചെയ്തു. അപ്പോൾ അതിനകത്തൊരു ചീനച്ചട്ടി ഉണ്ട് കേട്ടോ. ചീനച്ചട്ടിയാണെങ്കിൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ചീനച്ചട്ടി ഉണ്ട്. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാനത് എടുത്തു കേട്ടോ. അപ്പോൾ ചേച്ചി എന്നെ നല്ല വെയിലായിരുന്നു വന്ന സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എണ്ണക്കുപ്പി എടുത്തിട്ട് വാ, ഇതിനകത്ത് ഇപ്പോൾ തന്നെ നമുക്ക് എണ്ണ തേച്ചിട്ട് ഈ വെയിലത്തേക്ക് വെച്ചേക്കാം, എന്നിട്ട് ഒരു 10 മിനിറ്റ് അരമണിക്കൂർ, ഇപ്പം നല്ല വെയിലായതുകൊണ്ടാണ് ചേച്ചി 10 മിനിറ്റ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എടുത്തുകൊണ്ടിട്ട് കഴുകിയിട്ട് മുട്ട പൊരിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനത് അങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അത് എടുക്കാൻ മറന്നായിരുന്നു. ഇപ്പോൾ അത് വെയിലത്ത് ഒന്ന് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഈ ചീനച്ചട്ടികൾ കാണുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ചീനച്ചട്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വാങ്ങാൻ തോന്നും. അങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ വീക്ക്നെസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ മൺചട്ടികൾ കണ്ടാലും അതെ, മൺചട്ടികൾ കണ്ടാലും എനിക്ക് അപ്പോൾ തന്നെ വാങ്ങാൻ തോന്നും. അപ്പോൾ ഇതാട്ടെ ഞാൻ പറഞ്ഞ ചീനച്ചട്ടി. ഇത്
ഒരു ചെറിയ ചീനച്ചട്ടിയാണ്, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. നല്ല നല്ല ഫിനിഷിങ് വർക്കൊക്കെ ഉണ്ട്. കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ വെയിലത്ത് നല്ലെണ്ണ തേച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴുകി കളഞ്ഞെടുക്കണം. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരം ആട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കഷ്ണം ചക്ക തന്നായിരുന്നു. അപ്പോൾ പിന്നെ അത് വേവിച്ച് റെഡിയാക്കി എടുത്തതാണ്. ഉള്ളിമുളകൊക്കെ ചതച്ച് മെഴുക്ക് പുരട്ടിയെടുത്തു. പിന്നെ നമ്മുടെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.